അതും കൂടെ അതിന്റെ കൂടെ ഏതായാലും മത്തായി പാതാളത്തിലെ ചട്ടങ്ങൾ ഇട്ടോട്ടെന്ന് പറഞ്ഞ പോലെയാണ്. എന്തിനാ? അതിന്റെ ഓഡിയോ ഉണ്ടോ? പിന്നെ അതിന്റെ ഓഡിയോ ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കില്ല, നമ്മൾ ഡെയിലി ഇറക്കില്ലേ. എന്നാത്തിന്? ചുമ്മാ കിടക്കട്ടെന്ന്. ആ സാധനം നശിച്ചു പോകാൻ വേണ്ടി ഇവിടെ ഓരോരുത്തർ അതെടുത്ത് കത്തിച്ചു കളയാൻ വേണ്ടി നിങ്ങൾ തന്നെ പറയും, നിങ്ങൾ തന്നെ എന്നിട്ട് അതെടുത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. എന്താ ഉദ്ദേശം എന്നാ നിങ്ങളുടെ? കാരണം ഇതിനകത്ത് അവർ കിടക്കണം, അതാണ് എനിക്കിഷ്ടം. ഇപ്പൊ അങ്ങനായോ? ദൈവമേ, ഇത്ര നാൾ അവിടുന്ന് രക്ഷപ്പെടുത്താനായിരുന്നു. എന്റെ ഇല്ല, സ്ഥാപിച്ച എവിടെയും എന്നതാ ഒന്നെങ്കിലും എവിടെയും ഒരെണ്ണം പറ. യവന്മാരെ നമ്മൾ യഹോവയുടെ കീഴിലിട്ട് പൊരിക്കും, അതിനാണ് പരിപാടി. അത് ഞാൻ നോക്കിയിട്ട് ഇവനെ രക്ഷപ്പെടുത്തുന്ന കാര്യം തെറ്റാണ്. നമ്മൾ അതിനകത്ത് ഇച്ചിരി വിറകും തീയും കൂടെ ഇട്ട് അതിനകത്ത് കൊടുത്ത് യഹോവയെ നല്ല ഇച്ചിരി കൂടെ ചൂടാക്കി നിർത്തി കഴിഞ്ഞാൽ പുള്ളി യവന്മാരുടെ കാര്യമായിട്ട് എടുത്തു. മനസ്സിലായില്ലേ? പണ്ട് ഇസ്രായേലുകാർക്കിട്ട് പാടിച്ച പണി എന്നാ വീട്ടിന്റെ പണിയാ കൊടുത്തത്. നമ്മൾ അത് ഇച്ചിരി ചൂട്ട് കത്തിച്ച് കൊടുത്താൽ മതി, അത് കത്തിക്കോളും. ഞാനത് പുതിയ ഇറക്കിയിട്ടുണ്ട്. വിമലിന് വേണേ ഞാൻ ലിങ്ക് തരാം, പോയി കേട്ട് നോക്ക്. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഞാൻ പതുക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പണ്ട് ചെയ്ത് വെച്ചിരുന്നതാണ്, ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് സമയം കിട്ടില്ല. എവിടെയെങ്കിലും ഇതിന്റെ ഒരു റെഫറൻസ് കാണണ്ടേ? ഈ വിശുദ്ധ ഗ്രന്ഥം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല അതേപോലെ തന്നെ ഇത് ചെയ്തിട്ടുണ്ടെന്നേ. വിമലേ ചെറിയ കച്ചവടം പഠിച്ചു. സുഭാഷ് പാവം പിടിച്ചവൻ അവിടെ കിടന്ന് സുഭാഷിനി ഇപ്പൊ എന്റെ എടാ കണ്ടോടാ ചെറിയച്ഛൻ യഹോവേ എന്ന് പറഞ്ഞ് പാടുന്ന കണ്ടോ എന്ന് ചോദിക്കുന്നത്. അഡ്വർടൈസ് എന്നാ കിട്ടിയാലും നമുക്ക് തന്നെയല്ലേ കിട്ടുന്നത്. ഇന്നലെ കിട്ടിയ ലിങ്കിനകത്ത് SVG എന്നൊന്ന് അടിച്ചു നോക്കി. പ്രസാദ് ഇതിനകത്ത് അരിച്ചേട്ടനെയും ലൂക്കാച്ചനെയും മനസ്സിലായി, ബാക്കി ആരും മനസ്സിലായില്ലല്ലോ. ഒന്ന് ഷെബീബും ഒന്ന് ഷിയാദും ബൈ. അയ്യോ, അല്ല പ്രസാദ, നിങ്ങളുടെ ചർച്ച നടക്കോ അറിയില്ല, ധർമ്മനായിട്ടുള്ള മേത്തറും? അറിയത്തില്ല, കറക്റ്റ് അറിയില്ല. ഞാൻ എന്താ പറയുന്നത്, കുറച്ച് 1-2 ആഴ്ചയായിട്ട് നാട്ടില്ല, അതുകൊണ്ട് ക്ലബ് ഹൗസിൽ വലിയ കാര്യം. ഇന്നിപ്പം ടിസം പറഞ്ഞുകൊണ്ട് മാത്രം ഇത്രയും രാവിലെ എഴുന്നേറ്റിരിക്കുന്നതാണ്. ടിസം വന്നിട്ടേ കിടന്നുറങ്ങുന്നുള്ളൂ. എന്റെ വാട്സാപ്പ് നോക്കൂ.